എന്തല്ല എല്ലാവർക്കും സുഖം തന്നെയാണ്. നമുക്ക് ഈ ആഴ്ച ഒരു ബ്രേക്ക്ഫാസ്റ്റ് സ്മൂത്തി ആയാലോ. നല്ല പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. പിന്നെ രാവിലെ തിരക്ക് പിടിച്ച് അരി അരച്ച് പുട്ടിവിട്ട് പത്തലുവിട്ട് ഈ ഒരു പരിപാടിയൊന്നും ഇല്ലാണ്ട് നമുക്ക് ശരീരത്തിന് ആവശ്യമായ എല്ലാ ജീവകങ്ങളും പോഷകങ്ങളും എല്ലാം കിട്ടുന്ന തരത്തിലുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് സ്മൂത്തി. ഇത് വെയിറ്റ് ലോസ് ആഗ്രഹിക്കുന്നവർക്ക് വളരെ നല്ലൊരു കാര്യമാണ്. പിന്നെ നിങ്ങൾക്ക് കൂടുതൽ സമയം വിശക്കാണ്ടിരിക്കെ ഇതൊന്ന് കുടിച്ചാൽ നല്ലോണം ഒരു 3 മണിക്കൂർ വരെയൊന്നും വിശക്കുകയില്ല. അപ്പോൾ അതിനായിട്ട് ഒരു ചെറിയ ബീറ്റ്റൂട്ടേ കണ്ടില്ലേ, അത്രയേ ഉള്ളൂ. അത് മുറിച്ചിട്ടെടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് 2 ടീസ്പൂൺ ഇത് മുളപ്പിച്ച് ഉണക്കി പൊടിച്ച മുത്താറിയാണേ. 2 ടീസ്പൂൺ ചേർത്തിട്ട് ഒരു വലിയൊരു കപ്പ് നിറയെ വെള്ളം, ഒരു 1-1.5 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് നല്ലോണം കലക്കി കൊടുക്കാം. വേറെ ഇതിൽ ഒന്നും ഇടുന്നില്ലേ. അങ്ങനെ അടുപ്പത്ത് വെച്ചിട്ട് നമുക്കിതൊന്ന് നല്ലോണം തിളപ്പിച്ച് വറ്റിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നല്ല പച്ചവെള്ളം പോലെ തന്നെ ആയിക്കോട്ടെ, കുഴപ്പമൊന്നുമില്ല. ഇറക്കി വെച്ചാൽ എന്തായാലും നിങ്ങൾക്ക് അറിയാമല്ലോ, മുത്താറി പൊതുവേ കാച്ചിയാൽ ഒന്ന് കട്ടിയാവുന്നു. അതുമാത്രം മതി. അധികം അങ്ങനെ കട്ടിയാക്കൊന്നും വേണ്ട. നല്ലോണം തിളക്കട്ടെ. പിന്നെ നമ്മളിതിൽ എക്സ്ട്രാ പാലൊന്നും ഒഴിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഒരു വീഗൻ റെസിപ്പി ആയിട്ട് എടുക്കാം. അപ്പോൾ കണ്ടില്ലേ, നല്ലോണം തിളച്ച് ഒരു 2, കാരണം മുത്താറിക്ക് കുറച്ച് വേവുണ്ട്. അപ്പം കുറച്ച് നേരം എന്തായാലും ഒന്ന് വേണം. ഒരു 2-3-4 മിനിറ്റ് നല്ലോണം ഒന്ന് തിളച്ചോട്ടെ. കണ്ടോ, ഒന്നൊരു ചെറിയൊരു കട്ടി വരുന്ന പോലെ നമുക്ക് തോന്നിയാൽ അന്നേരം നമുക്കിത് സ്റ്റൗ ഓഫ് ചെയ്തിട്ട് ഇറക്കി വെച്ചിട്ട് നല്ല തിളക്കുന്നുണ്ട്. ഇതിലേക്ക് ഇനി നമ്മൾ 1 ടേബിൾ സ്പൂൺ ഉണക്കമുന്തിരിയും 3 ഈത്തപ്പഴം. അപ്പോൾ ഇതൊന്ന് കഴുകിയെടുത്തിട്ട് കൊണ്ടുവരാം. നല്ലോണം ഒന്ന് കഴുകിയിട്ട് മുന്തിരി കണ്ട ആവി പറക്കുന്നുണ്ട്, അതിൽ തന്നെയാണ് ഇട്ട് കൊടുക്കുന്നത്. എന്നാൽ പെട്ടെന്ന് അങ്ങ് ഇത് കുതിരുകയും ചെയ്യും, അത് വേഗം തണിയുകയും ചെയ്യും. അപ്പം അതവിടെ നിൽക്കട്ടെ. അതൊന്ന് മൂടി വെച്ചിട്ട് അതൊരു ഭാഗത്തിരിക്കട്ടെ. ഇനി നമ്മൾ ഒരു കപ്പിലേക്ക് 1 ടേബിൾ സ്പൂൺ ഫ്ലാക്സ് സീഡും ഒരു ടേബിൾ സ്പൂൺ ചിയാ സീഡും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് കലക്കി കൊടുക്കുന്നുണ്ട്. അത് നല്ലോണം കുതിരണമെങ്കിൽ നല്ലോണം ഇളക്കി കൊടുക്കണം. വെള്ളം നനവെല്ലാടെ എത്തണം. അതും ഒരു ഭാഗത്തിരിക്കട്ടെ. ഇനി ഒരു 10 ബദാം എടുത്തിട്ട് നമ്മൾ നല്ലോണം കഴുകി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നല്ല തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത്. എന്നോട് ഇന്നലെ രാത്രി കുതിർത്ത് വെക്കാൻ മറന്നുപോയി. രാത്രി കുതിർത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ തിളച്ച വെള്ളത്തിൻ്റെ ആവശ്യമില്ല. ഇനി ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്കതൊന്ന് നോക്കാം. കണ്ടോ, അരമണിക്കൂർ ആകുമ്പോഴത്തേക്ക് നല്ലോണം തണുത്ത് വന്നിട്ടുണ്ട്. കണ്ടില്ലേ, കുറച്ച് കട്ടിയായില്ലേ. ഇത്രയേ വേണ്ടു. ഇനി ഇതൊന്ന് നമുക്ക് മിക്സി ജാറിലേക്ക്, എക്സ്ട്രാ വെള്ളമൊന്നും ചേർക്കുന്നില്ല കേട്ടോ. ഞാൻ ഇതിലുള്ള ഈ മുത്താറി കാച്ചിയ ഇതും പിന്നെ ചിയാ സീഡും ഫ്ലാക്സ് സീഡും കുതിർത്ത വെള്ളവും കണ്ടില്ലേ, അതങ്ങനെ തന്നെ അങ്ങ് ഒഴിച്ചു കൊടുക്കുക. പിന്നെ വെള്ളം പോരാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ബദാം കുതിർത്ത വെള്ളവും കൂടി എടുക്കാം കേട്ടോ. അതിലിനിയിപ്പോൾ കണ്ടില്ലേ, ഒന്നിങ്ങനെ പുതുക്കി കൊടുത്താൽ പെട്ടെന്ന് തോല് ഉരിങ്ങ് പോരും. ഞാനിത് രാത്രി കുതിർത്തിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ തിളച്ച വെള്ളത്തിലിടേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ ഞാൻ ചേർക്കുന്നത് ഒരു 100-150 ഗ്രാം ക്യാരറ്റും തോല് ചീകിയിട്ട് മുറിച്ചിട്ടെടുത്തിട്ടുണ്ട്. പിന്നെ അതേപോലെ പപ്പായ നല്ല മധുരം ഉണ്ടാവില്ല, കാരണം പൊതുവേ ഞാൻ അതുകൊണ്ട് തന്നെ ഞാൻ ഇടയ്ക്കൊരു സപ്പോട്ട ചേർത്ത് കൊടുക്കും. എല്ലാന്നൊന്നും സപ്പോട്ട ഉണ്ടാവില്ലേ. അപ്പം നിങ്ങൾ ഇതെല്ലാം ഓൾട്ടർനേറ്റീവ് മാറ്റി ചെയ്യുക കേട്ടോ. ഒരേപോലെ ഇതെല്ലാം വേണം നിർബന്ധമൊന്നുമില്ല. ഇതിൽ പകുതി എടുത്തിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു മൈസൂർ പഴവും കൂട്ടി അടിച്ചാലും നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഇതൊന്ന് നല്ലോണം അടിച്ചെടുത്തിട്ട് കൊണ്ടുവരാം. കണ്ടില്ലേ, ഇതാണ് സംഗതി. അപ്പോൾ ഇത് നല്ല കട്ടിയിലാണ് ഉണ്ടാവുക. കട്ടിയോടെ തന്നെ കുടിക്കുന്നതാണ് നല്ലത്. കൂടാണ്ട് ഞാൻ ഇതിൽ കുറച്ച് സീഡ്സ് എല്ലാം ഇട്ട് കൊടുക്കും. കണ്ടില്ലേ, കട്ടിയിലാകുമ്പോൾ ആ ഒരു നല്ലൊരു മധുരം ഉണ്ടാവും. വെള്ളം കൂടുതൽ ചേർക്കുമ്പോൾ നമുക്ക് മധുരം കുറയും. അപ്പോൾ അതിൽ നല്ലത് കുറച്ച് മധുരത്തോടു കൂടി ഒരു പായസം കുടിച്ചൊരു ഫീലുമായി. നമ്മൾ ഇതിൽ ആർട്ടിഫിഷ്യൽ സ്വീറ്റ്നർ ഒന്നും ചേർക്കുന്നുമില്ല. അപ്പോൾ കണ്ടില്ലേ, ഇതാണ് എൻ്റെ ഒരു കണക്ക്, കറക്റ്റായി വന്ന്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് സീഡ്സ്, ഇത് നിങ്ങൾക്ക് എന്ത് സീഡ്സ് ഉണ്ടെങ്കിലും ചേർക്കാം. ഞാൻ അണ്ടിപ്പരിപ്പ് അങ്ങനെ ചേർക്കലില്ല. ബാക്കി വാൾനട്ടോ അങ്ങനെ
എന്തെല്ലാം ഉള്ളതെന്ന് വെച്ചാൽ ഇതെല്ലാം കുറച്ച് ചേർത്ത് കൊടുത്തിട്ടുണ്ട്, കണ്ടില്ലേ. ഇനി ഇതാ ഓരോ വാൽനട്ടും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം പിന്നെ ഞാൻ ചേർത്ത് കൊടുക്കുന്നത് നിലങ്കടല. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ നിലങ്കടല. ഇതിൽ ഓരോ സ്പൂണിന് ഒരു കടല കടിക്കാൻ കിട്ടിയാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ എന്തായാലും എല്ലാവരും ഉണ്ടാക്കി കഴിച്ചു നോക്കി അഭിപ്രായം അറിയിക്കാൻ മറക്കണ്ട. അടുത്ത ആഴ്ച വേറൊരു വീഡിയോയുമായിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും ഒരിക്കൽ കൂടി താങ്ക് യു.